എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പാവാട ഇതിനു മുമ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഒരു ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പീസ് രണ്ട് ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അത് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ്, സ്ട്രൈറ്റ് ഭാഗം വന്ന പീസ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ടു സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം അതപ്പോൾ വെട്ടിയ ഭാഗം റൗണ്ട് ചെയ്ത് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് റൗണ്ട് ചെയ്ത പോലെ നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നും സെൻറ്ററിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 സ്റ്റിച്ച് മതിയാവും, ബാക്കി ഇൻ്റർലോക്ക് ചെയ്യും. പിന്നെ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ കൊടുക്കും. ചിലവർ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആദ്യം കണ്ടാലും മാത്രമേ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാതെ ആദ്യമേ സ്റ്റിച്ചിങ് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം പോർഷൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഫില്ലിംഗ് ആയിട്ട് കിട്ടും നമുക്ക് താഴ്ഭാഗം അമ്പർല. അടുത്തത് നമുക്ക് ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്രി വെച്ച് ഇതേപോലെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നല്ല ഇതുണ്ടാവില്ല ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തിടുന്ന പീസ്, ഇതേപോലെ തന്നെ മുകൾ ഭാഗത്തെ പീസ് എടുത്തിട്ട് സെൻറ്റർ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം എന്തിനാണെന്നറിയോ? ഈ സെൻറ്ററും ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെക്കണം. അപ്പോൾ നല്ല വശം മുകൾ ഭാഗത്ത് വേണം, ലൈനിങ് ഉള്ളിലും വന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ചിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് ഇതേപോലെ അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതി. സെൻറ്റർ ഒരു 1/2 ഇഞ്ചിൽ മുകൾ ഭാഗത്ത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ സ്കേർട്ടിൻ്റെ, അവിടെ നമ്മൾ ഇതിപ്പോൾ തേര് വശമായതുകൊണ്ട് ഒറ്റ മടക്ക് മടക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ 2 മടക്ക് മടക്കിയിട്ട് ഒരു 3 ഇഞ്ച് വരെയും അത് തയ്ച്ചു കൊടുക്കണം. അതായത് മുകൾ ഭാഗത്ത് കേട്ടോ, നമ്മൾ കൊളുത്തിടണ ഭാഗമില്ലേ ആ 2 വശവും ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഭാഗമാണ് നമ്മളൊരു 3 ഇഞ്ച് വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ എലാസ്റ്റിക് അല്ല ഇടണത്, ഹാങ്ങിങ് ആണ്, അതായത് വള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 വശം അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ടത്, മുകൾ ഭാഗത്ത് നമ്മൾ വള്ളി പിടിപ്പിക്കാനായിട്ട് ഒരു പീസ് വെട്ടിയെടുത്തിരുന്നില്ലേ, അതിൻ്റെ ആദ്യം അപ്പുറത്തെ വശവും ഇപ്പുറത്തെ വശവും ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. നമ്മൾ വള്ളി ഇടുന്നത് കൊണ്ടുണ്ടല്ലോ അതിൻ്റെ ആ ഭാഗം എൻഡിങ്ങിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ടാണ്. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് തയ്ക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ആ വള്ളി ഇടാൻ വേണ്ടി വെട്ടിയ പീസ് ഉണ്ടല്ലോ അതും സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം നമ്മൾ ലൈനിങ് പീസും നല്ല പീസും കൂടി അറ്റാച്ച് ചെയ്തില്ലേ, എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് നല്ലതിനോട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം ആ റേഞ്ചിൽ നമുക്ക് ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ തയ്ച്ചെടുക്കാനായിട്ട്. പല മെത്തേഡിൽ തയ്ക്കോട്ടാ. ഇതിപ്പോൾ നേരിയ വള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ എലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചും കൂടി വീതി കൂട്ടി എടുക്കേണ്ടി വരും. ഇത് തന്നെ നമ്മൾ സ്റ്റിഫ് വെച്ചടിക്കുന്നുണ്ട്, അതിൻ്റെ മെത്തേഡ് വേറെയാണ് കേട്ടോ. ഇത് പിന്നെ 3/1 ഭാഗം എടുത്തിട്ട്, വള്ളിയും എലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ 3/1 ഭാഗം എടുക്കുള്ളൂ. അല്ലാത്തത് നമ്മൾ 3/1 ഭാഗമല്ല, വേറെ മെത്തേഡാണ് യൂസ് ചെയ്യണത്. ഇത് തന്നെ കവർ ചെയ്തടിക്കുന്ന വിധമുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണം. കാരണം ചിലപ്പോൾ എലാസ്റ്റിക് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് അതേപോലെ വീതി പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്, പഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. എലാസ്റ്റിക് ആണെങ്കിലും ഫിറ്റ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ 3 പീസ് എടുത്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ടുള്ള, അതായത് 12 ഇഞ്ചോ 13 ഇഞ്ചിൻ്റെയോ 3 പീസ് എടുത്തിട്ടുണ്ടല്ലോ. അത് നമ്മൾ എല്ലാം ഇതുപോലെ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലത്തെ മുത്തൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിക്കണം കേട്ടോ. ചുറ്റി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് മുത്ത് വെട്ടി കൊടുക്കുകയോ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്ത് 3 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക.
ഈ 3 പീസും ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കല്ലും മുത്തുകളൊക്കെ ഉള്ളതുകൊണ്ട് 1/2 ഇഞ്ചിൽ വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞ് ഷട്ടറിലേക്ക് കയറി മെഷീൻ്റെ ടൈമിങ് നിന്ന് പോകും. ആ ടൈമിങ് ശരിയായില്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് കറക്റ്റിങ് ആവില്ല. ടൈമിംഗ് എന്ന് വെച്ചാൽ വാച്ചിലെ ടൈമിംഗ് അല്ല കേട്ടോ, മെഷീനൊരു ടൈമിംഗ് ഉണ്ട്, സൂചിയും ഷട്ടിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒട്ടും കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ചുറ്റും അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഡിസൈൻ ഇല്ലാത്ത ഭാഗം താഴ്ഭാഗത്തേക്കാണ് വരുന്നത് കേട്ടോ. പ്ലീറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേപോലെ ആ 3 ഇഞ്ചിൻ്റെ ഭാഗം വരെയല്ലേ നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ 2 ലൈനിങ് ഉള്ളതുകൊണ്ട് 2 സെപ്പറേറ്റ് ആയിട്ട് വേണം തയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ തയ്ച്ച് വരുമ്പോൾ, ലൈനിങ് വിട്ട് കിടക്കുമ്പോൾ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വരെ നമ്മൾ തയ്യൽ കൊണ്ടുവന്ന് നിർത്തണം, 1/2 ഇഞ്ചിൽ. അപ്പോൾ അവിടെ കെട്ടിട്ട് കൊടുക്കുകയും വേണം കേട്ടോ തയ്യൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ. എന്നാൽ ആ ഭാഗത്ത് നിന്ന് വേണം എയർലൈൻ്റെ ഫ്രോക്കൊക്കെ തയ്ക്കുന്ന പോലെ തയ്ച്ചെടുക്കാനായിട്ട്. ഇത് കണ്ട ഇതേപോലെ അങ്ങോട്ട് തയ്ച്ച് കൊണ്ടുവന്നിട്ട് 2 ഇഞ്ചിൽ അങ്ങോട്ട് നിർത്തുക. ഞാൻ വളരെ സ്ലോയിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് എടുക്കുക, സ്പീഡിലിടുക, എന്നിട്ട് കാണാം. അപ്പോൾ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് കിട്ടും. ബിഗിനേഴ്സിന് ഇത് മനസ്സിലാവാൻ വേണ്ടി എങ്ങനെ ഇടണം. കണ്ട ലൈനിങ് വലിച്ച് പിടിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് അവിടെ നിന്ന് വേണം, ആ ലൈനിങ് വലിച്ച് പിടിക്കുന്നിടത്ത് ഒരു തയ്യൽ കാണും, അവിടെ നിന്ന് വേണം നമ്മൾ മുകൾ വശത്തെ പീസിലേക്ക് തയ്യൽ 1/2 ഇഞ്ചിൽ കൊടുക്കാനായിട്ട്. പിന്നെ ഇതേപോലത്തെ നൈസ് തുണിയിൽ 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം തുണി അവിടെ നിന്ന് ആ സ്റ്റിച്ച് കൊടുക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെ കീറിപ്പോകുന്നതാണ്. അപ്പം നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും. അവിടെ നിന്ന് അങ്ങോട്ട് താഴ്ഭാഗം വരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ, കാരണം കല്ലുണ്ട് അവിടെ. ഒന്നല്ലെങ്കിൽ പൊട്ടിച്ച് കളയാം, അല്ലെങ്കിൽ കത്രയ്ക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ലൈനിങ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. സ്കേർട്ടിനൊക്കെ ഇങ്ങനെയാണ്, ചുരിദാറിനല്ല അംബർല ടോപ്പിനൊക്കെ വേറെ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല പീസിലേക്ക് കയറാതെ ഒരു 1/4 ഇഞ്ചിൽ തുമ്പത്ത് കൂടി വേണം തയ്യൽ കൊണ്ടുവന്നിട്ട് 1/2 ഇഞ്ചിലേക്ക് ഇറങ്ങി അറ്റം വരെ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം കണ്ട ലേസ് വരുന്നുണ്ട്. ആ ലേസ് നമ്മൾ താഴ്ഭാഗം 1/2 ഇഞ്ച് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. എന്നിട്ട് ആ ലേസിൽ പ്ലെയിൻ ലേസാണ് ഞാൻ വാങ്ങിച്ചത്, അതിലേക്ക് എന്നിട്ട് കല്ലുകളും ഒട്ടിച്ചു കൊടുത്താൽ കുറച്ച് അട്രാക്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. സെയിം ലേസൊക്കെ കിട്ടാൻ പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇതേപോലെ തുന്നി ഒരുപാട് നേരം എടുത്തിട്ടാണ് തുന്നിയത്. ഇതേപോലെ തുന്നി നമ്മളെല്ലാം കല്ലൊക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇത്രയേ ഉള്ളൂ പണി. പിന്നെ താഴ്ഭാഗം ലൈനിങ്ങും അടിഭാഗം മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.